എന്റെ മക്കളെ എടാ ബഹളം വെക്കാതെ പുറത്തു പോയി കളിയടാ. മാമന് ഒരുങ്ങിക്കോട്ടെ, പുറത്തൊരുപാട് സ്ഥലമുണ്ട്. ഇവിടെ പൊന്നു മക്കളെ പുറത്തു പോയി കളിക്കണ്ട, മാമന് ഒരുങ്ങിക്കോട്ടെ. സ്കൂൾ തുറക്കണം, അപ്പം നീയൊക്കെ പഠിക്കും. ഇത്ര നേരത്തെ സമയം പോകും. നീ റെഡി ആയില്ലേ? നീ എവിടെ പോണെന്ന് പറഞ്ഞല്ലേ വിളിച്ചേ? നീ ഇരി പറയാം. എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോണം. എവിടെ? നീ കൂടെ വരണം. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമല്ലേ? ഞാൻ വരാം. നീ എവിടെയാന്ന് പറ. പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് സിനിമയ്ക്ക് പോകണം. സിനിമക്കൊക്കെ പിന്നെപ്പാ. ഇത് ഞാൻ പോകുന്നത് ഒരു സിനിമയുടെ ഓഡീഷനാ. ഓഡീഷനോ? അപ്പൊ നീ എന്റെ കൂടെ വരണം. നീ അല്ലടാ എനിക്കുള്ളൂ. പ്ലീസ് എടാ, നിനക്ക് വേറെ വല്ല പണിയില്ലടാ. നീ എന്റെ വണ്ടി ഇല്ലാത്തോണ്ടാണ്. നീ പറ്റും ഇറങ്ങി എടാ, നീ ഇറങ്ങി. ഒരു സാധനം വെച്ച കാണത്തില്ല. ഇതെവിടെ കൊണ്ടുവച്ചോ? ഒന്ന് ഇറങ്ങുന്നുണ്ടോ? എന്റെ മക്കളെ, മാമന്റെ ഷൂ കണ്ടോടാ? ഓ താങ്ക് യു മക്കളെ. കൊണ്ടുപോടാ. ഒരു മിനിറ്റ്. മക്കളെ, മാമൻ ഒരു സിനിമ അഭിനയിക്കാൻ പോവാ. ഇനി ഒരു സിനിമ എന്ന് പറഞ്ഞായിട്ട് മാമൻ തിരിച്ചു വരും. നിനക്ക് നാണമില്ലടാ ഈ പിള്ളേരെ പറ്റിക്കാൻ ചുമ്മാ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്? നീ ചുമ്മാരടാ. ഒന്നാതെ വണ്ടിയിൽ എണ്ണ പോലും ഇല്ല. എനിക്ക് 100 രൂപയുടെ എണ്ണ പോരെ? അത് ഞാൻ അടിച്ചു തരാം. മക്കളെ, മോളെ പുറത്തെങ്ങും പോയി കളിക്കല്ലേ. ഭയങ്കര പട്ടികളുണ്ട്, കടിക്കും. മാമനെ പോയി നല്ലൊരു സിനിമാ നടനായിട്ട് വരുമ്പോ നിങ്ങക്ക് 3 പേർക്ക് ഒരേ സൈക്കിൾ വാങ്ങിച്ചു. പഠിച്ചു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതിയടാ എനിക്ക്. കണ്ടോടാ പിള്ളേരുടെ പ്രാർത്ഥന. ചുമ്മാ പിള്ളേരെ വെറുതെ പറഞ്ഞു നിമിഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാം നിമിഷങ്ങൾ. പോയിട്ട് വാ. ഞങ്ങളെ പറ്റിക്കല്ലേ, ഞങ്ങളവിടെ സൈക്കിൾ ഓടിച്ച് പഠിച്ചോണ്ടിരിക്കും കേട്ടോ. വരും മക്കളെ, വരും. അപ്പോ ഇന്നത്ര പേര് വരുന്ന പറഞ്ഞേക്കുന്നത്? എന്നൊരു നമുക്ക് ആവശ്യം 10 പേരാണ്. അപ്പൊ അതിൽ കൂടുതൽ ആള് കാണും. ഓക്കെ. ആ കൊക്കന്ന് വണ്ടി പറയുന്ന സീനില്ലയോ? അത് നമുക്കൊരു ക്രെയിൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്യാവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഐ വിൽ കോൾ യു ബാക്ക്. ആര് സിനിമയ്ക്ക് അഭിനയിക്കാൻ ആളെടുക്കുന്നുണ്ട് കേട്ടാ. ഒരു ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു ആതിഥ്യ മര്യാദയൊക്കെ ഇല്ലേ? ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞേ? ജോർജ്. ചേട്ടൻ നല്ല അഭിനയിക്കോ? പിന്നെന്താ? എന്നാ എന്തെങ്കിലും ഒരു സീനെന്ന് കാണിച്ചേ നോക്കട്ടെ. നിന്റെ അടിച്ചിന്റെ മൂക്കാമണ്ടയെ പറിക്കും ഞാൻ കേട്ടാ. ഞാൻ പറഞ്ഞേക്കുവാ എന്റെ രണ്ടിന്റെ കേട്ടാ. മര്യാദയ്ക്ക് നോളെ പറഞ്ഞല്ലേ വേണ്ട. കൊള്ളാം ചേട്ടാ, വിളിക്കാം കേട്ടോ. കൊള്ളാം. യൂസഫേ, നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, വിളിക്കാം കേട്ടോ. വിളിക്കാം. ഇത്തിരി കുഴപ്പമുണ്ടല്ലോ? തിരിയുമല്ല, നല്ല കുഴപ്പമുണ്ട്. അവന്മാരെ ഒരു സിനിമാക്കാരന്മാര് അവന്മാരെ പാവവും പരിധിയും കണ്ട മോഹൻലാലും മമ്മൂട്ടിയാണെന്നുള്ളൊരു പാവവും പരിധിയും അവന്മാരെ പാവവും പരിധിയും കണ്ട അങ്ങനെ തോന്നുന്നേ. വെറുതെ എന്റെ വണ്ടിക്കൂലിയും പോയി ആ പൈസക്ക് ഇറച്ചിയും പത്രിയും മേടിച്ച് തിന്നാ മതിയായിരുന്നു. ഒരു സിനിമാക്കാരന്മാര് അടുത്ത 2 അളിയന്മാര് വരുന്നുണ്ട്, കുറ്റിയും പറിച്ചുകൊണ്ട് ദോ വരുന്നു. സിനിമാക്കാരന്മാരായിരിക്കും ദോ കയറി വരുന്നത്. സാർ നമസ്കാരം. സാർ ഈ ഓഡീഷൻ നടക്കുന്ന സ്ഥലം ഇവിടെ പോയിട്ട് വാ. സാറ് ഞാൻ ഇവിടുത്തെ ആളാ, ഞാൻ ഇവിടെ തന്നെ കാണും. പോയിട്ട് വാ. വന്നോളൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേരെന്താ? ചിത്രൻ. അത് എന്റെ കൂടെ വന്നതാണ് സാർ. ചിത്രൻ ഇതിനു മുമ്പിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടില്ല സാറേ. ഞാന് ഇവിടെ നാടകങ്ങളിലൊക്കെ, ക്ലബ്ബ് നാടകങ്ങളില്, പിന്നെ സ്കൂളിൽ കലാപ്രതിഭയായിരുന്നു. ഒരുപാട് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് സാർ. അതല്ലേ, ചായക്കടക്കാരന്റെ ക്യാരക്ടർ സെറ്റായിരുന്നു.
ഇപ്പോൾ ഏകദേശം നമുക്കിനി ഒരു 10 പേരുടെ അകത്തുള്ള ആൾക്കാരെ മതി. പക്ഷേ ചിത്രനെ പറ്റിയ ക്യാരക്ടർ എല്ലാം ഫില്ലായേക്കുവാണ്. അല്ല സാറേ, എന്തെങ്കിലും ചെറിയ റോളായാലും മതി സാറേ. ആ പാസിംഗ് റോളായാലും മതി സാർ. അതല്ലേ? അത് ചെറിയ റോള് ആശിച്ചു വന്നാണ് സാർ, പ്ലീസ്. ആ. അല്ല, നമ്മുടെ അടുത്തൊരു പ്രൊജക്റ്റ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരത്തേക്ക് നിങ്ങൾ പരിഗണിക്കാം. ഇപ്പോൾ ഇതിനകത്ത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫില്ലായോ എന്തെങ്കിലും ഫില്ലായിപ്പോ അല്ലേ? നമുക്കൊരു ഇച്ചിരി തടിയും നീളമൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് വേണ്ടത്. നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് സാറേ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് സാറ്. ചിത്രന ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 99 ആ 61 ആ 82 ആ 94 ആ 14 ചിത്ര. സ്ഥലം എവിടെയായിരുന്നു? കോട്ടവട്ടം. വിളിക്കാം കേട്ടോ. ഇതിനകത്തിപ്പം ഫുള്ള് ഫില്ലായി പോയതുണ്ടോ? നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, വിട്ടോ. ശരി, അപ്പോൾ ഞാൻ വിളിച്ചോളാം. ഓക്കെ, നമ്പറുണ്ട്. ഓക്കെ. ഇപ്പോഴാ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഇതിന്റെ അവസരങ്ങൾ ഇനിയും വരും. എന്തോ ആയി? അവർക്ക് ഇഷ്ടപ്പെട്ടോന്നറിയില്ല സാറേ, വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ റെഡിയാക്കി തരാം. ഉണ്ടോ? 500 ഉണ്ട് സാറേ. 100 രൂപ വണ്ടിക്ക് വെച്ചിട്ട് 400 തന്നാൽ മതിയോ? 5000 500 അല്ല, 5000 ഉണ്ടോ? ഉണ്ടോ? ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചാൽ എനിക്ക് അഭിനയം സാറേ, അത്രക്ക് ആഗ്രഹിച്ചു വന്നതാ ഞാൻ. എനിക്ക് വേണം സാർ. എങ്ങനെ സംഘടിപ്പിക്കുമെന്നാ പറയുന്നത്? ഞാൻ എവിടെയെങ്കിലും സംഘടിപ്പിച്ചു. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? GOOGLE ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? 5000 ഉണ്ടോ? ഞാൻ അയച്ചു തരാം. നാളെ തന്നെ അയച്ചു തരാം. നാളെ തന്നെ അയച്ചു തരാം. സാറിന്റെ ഗൂഗിൾ പേ നമ്പർ വാങ്ങില്ല. നമ്പർ നീ എന്ത് ചെയ്യടാ പൈസ എന്തേലും വഴി നോക്കാറാ. നീ വണ്ടി എടുക്കും, നീ വണ്ടി ഒതുക്ക്. എന്തോടാ ഇനി ഒരു വഴി? പൈസക്ക് ഒരു വഴിയുണ്ടാ. എന്തുവാ? ഞാൻ എന്റെ മൊബൈൽ വിൽക്കാൻ പോവാ. നീ എന്ത് മണ്ടത്തര പറയുന്നത്? ഈ ഫോണൊക്കെ എന്തിനാ കൊടുക്കുന്നത്? ചുമ്മാ ഓട്ടറാ. എന്നാലും എന്റെ ആഗ്രഹം എനിക്ക് സാധിക്കണോടാ. ഒരുപാട് ആഗ്രഹിച്ചോണ്ടാ. പ്ലീസ്, എനിക്ക് സാധിച്ചേ പറ്റൂ. വേറെ ആരും മുമ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ആ ജോർജ് സാറിന് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ എനിക്ക് സാധിച്ചു തരും. എടാ, അയാളെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു വശവശ പോലെ തോന്നടാ. നീ അങ്ങനെ പറഞ്ഞു ഒഴിയല്ലേ? അത് പാവൊരു മനുഷ്യൻ അങ്ങനെ നെഞ്ച് കൈവച്ച് പറഞ്ഞു കണ്ടോ? എടാ, ഒഴിച്ചിലൊന്നും അല്ലടാ. എനിക്ക് അങ്ങനെ വിശ്വാസമാണ്. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? അല്ലെ, നിന്റെ ഏത് കാര്യത്തിന് ഞാൻ കൂടെ വയ്ക്കും. അന്ന് നമ്മൾ മൊബൈൽ വിൽക്കുന്നു. എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. നീ വണ്ടി നമുക്ക് എന്താന്ന് വണ്ടി എടുത്തു. നീ ഏതായാലും വിട്. ഏതെങ്കിലും മൊബൈൽ ഇടയിൽ പോട്ടെ. ഏതായാലും വിൽക്കാളിയാ.